ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇനി നല്ല ഒന്നാമതൊരു ബീഫ് കൊണ്ടാട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ്, അതായത് നല്ല പോത്തിൻ്റെ ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പോത്തിൻ്റെ കഴുത്ത് ഭാഗം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസം ഉണ്ടാവും, കുറച്ച് എല്ലുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നമ്മുടെ പോത്തിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത നമ്മുടെ പോത്തിലേക്ക് ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത പോത്താണ്. കറക്റ്റ് 6 വിസിലാട്ടോ പോത്ത് വേവിക്കേണ്ടത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചാലും വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടികളൊന്നും അതിനകത്ത് പിടിക്കത്തില്ല. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. പോത്ത് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ ഒഴിച്ച് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. എന്നാൽ തീരെ എണ്ണ ഇല്ലാതെ ഇരിക്കരുത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ വറുത്തെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്. കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് നമ്മൾ ബീഫ് വറുത്തെടുത്ത അതേ എണ്ണയിൽ ഏകദേശം ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അരിഞ്ഞിട്ടൊന്നുമില്ല, മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 2 സവോള ചെറുതാക്കി അരിഞ്ഞതായി നീളത്തിൽ അരിഞ്ഞെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് സോയാ സോസാണ്. ഒരല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരല്പം സോയാ സോസ്, ഏകദേശം 1 ടീസ്പൂൺ സോയാ സോസ്. ഇനി നമുക്കതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതും ഏകദേശം ഒരു ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വിനാഗിരി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പോത്തിറച്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ഇത്രയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പോത്തിറച്ചി ചേർക്കാം. പോത്തിറച്ചി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മസാല നമ്മുടെ പോത്തിറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
പോത്തിറച്ചിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ കൊണ്ടാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാന ഐറ്റമാണ്, ഇതാണ് നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ്, വെളുത്ത എള്ള്. കണ്ടോ, ഞാനൊരു 2 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ചുകൂടി കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൊണ്ടാട്ടം ഏകദേശം തയ്യാറായിട്ടുണ്ട്. കണ്ടോ, കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? നോക്ക്, കിടുക്കാച്ചി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെയുള്ള ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതായിരിക്കും കിടിലൻ ടേസ്റ്റ്. കൊണ്ടാട്ടമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊരു അല്പം റെഡ് ചില്ലി സോസ് കൂടെ ചേർക്കാം. നല്ല സ്പൈസ് വേണ്ടവർ വേണ്ടി മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ എരിവ് നന്നായിട്ട് കൂടും. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രമേ വീണ്ടും ഇത് ചേർത്ത് കൊടുക്കാവൂ. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു, നമ്മുടെ കൊണ്ടാട്ടം തയ്യാറായി. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ആ ഒരു കളറ് കണ്ടോ,